നമ്മുടെ നിഷ്പക്ഷ സംഘപ്പണിക്കർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അതിൽ നമ്മൾ തേഞ്ഞു ഗൈസ് എന്നാണ് പോസ്റ്റിൻ്റെ ഹെഡിങ് ആയിട്ടിട്ടത്. എന്താണെങ്കിലും ഹെഡിങ് മൊത്തം പോസ്റ്റ് വായിച്ച് അവസാനം എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വീണ്ടും നമ്മുടെ സംഘപ്പണിക്കർ തേഞ്ഞൊട്ടിയിട്ടുണ്ട്, മുഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഘപ്പണിക്കർ തേഞ്ഞത് നമുക്ക് പറയാം. അതിലും നമ്മൾ തേഞ്ഞു ഗൈസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. CSDS എന്ന സ്ഥാപനമാണ് അടുത്തിടെ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 6 മാസം കൂടി കഴിഞ്ഞിട്ടാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. അതിൽ ചില മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം 36 മുതൽ 43% വരെ കൂടിയത്രേ. അതോടെ ആരോപണം ഏറ്റെടുത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിജിയും. അതെന്താണോ ചെങ്ങായി, രാഹുൽ ഗാന്ധി ഇങ്ങനെ ഗാന്ധിജി ആയത്? നിന്നെ പണിക്കരെന്ന് മാറ്റിയിട്ട് നാളെ ശ്രീജിത്ത് പണിക്കരെന്ന് ശ്രീജിത്ത് പോറ്റി അച്ഛനെ തന്നെ അവിടെ മാറ്റി പറഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? അത് നിനക്ക് ചിലപ്പോൾ അത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ശ്രീജിത്ത് പണിക്കരല്ല, നമ്മുടെ ശ്രീജിത്ത് പോറ്റി വെച്ചലക്കി എന്നാണ് പറഞ്ഞത്. ഈ 2 തെരഞ്ഞെടുപ്പുകൾക്കും ഇടയിലുള്ള സമയത്ത് 1 കോടി വോട്ടർമാരെ പുതുതായി ചേർത്തെന്നും അത് കഴിഞ്ഞ 5 വർഷത്തിൽ ചേർക്കുന്നതിനേക്കാൾ കൂടുതലാണെന്നും ഗാന്ധിജി തട്ടിവിട്ടു എന്ന് നമ്മുടെ പോറ്റിക്കുട്ടൻ പറഞ്ഞു. അന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണം നിഷേധിച്ചതാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നും പുതുതായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം ഗാന്ധിജി, അതായത് പോറ്റി പറയുന്നതിൻ്റെ 10-1 വളരെ താഴെയാണെന്നും കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കപ്പെട്ടു എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും ആരോപണം എന്ന് നമ്മുടെ പോറ്റിക്കുട്ടി പറഞ്ഞു. അപ്പോൾ എല്ലാം ദിം തരികിടതും DSCS മേധാവി തന്നെ ക്ഷമാപണവുമായി വന്നിട്ടുണ്ട്. തങ്ങളുടെ ഡേറ്റ ടീമിന് പറ്റിയ അബദ്ധം മൂലമാണ് തെറ്റായ കണക്കുകൾ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് എന്നാണ് സ്ഥാപനം അവരുടെ ലേലു അല്ലുവിൽ പറയുന്നത് എന്ന് നമ്മുടെ പോറ്റിക്കുട്ടൻ വീണ്ടും പറഞ്ഞു. എന്നാലും പോറ്റിക്കുട്ടൻ നിർത്തുന്നില്ല. ലേലു അല്ലുവിൻ്റെ ഭാഗമായി തെറ്റായ വിവരങ്ങളെല്ലാം അവർ നീക്കം ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ കൂടിയ വോട്ടർമാരുടെ ഏതാണ്ട് 4% മുതൽ 6% വരെ മാത്രമെന്നാണ് ഏജൻസി പറയുന്നത്. എന്തായാലും സംഗതി വ്യാജമാണെന്ന് തെളിഞ്ഞത് കൊണ്ട് ഇനി ലേലു അല്ലു പറയേണ്ട ഗാന്ധിജിയും കോൺഗ്രസുമാണ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഏതായാലും രാഹുലിൻ്റെ ഗാന്ധി മാറ്റി രാഹുൽ ഗാന്ധിജി ആയ സ്ഥിതിക്ക് നമുക്ക് ശ്രീജിത്ത് മോൻ്റെ പണിക്കർ അങ്ങോട്ട് മാറ്റാം അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ മാറ്റുന്നത്. ഈ അച്ഛനെ തോന്നിയ പോലെ മാറ്റാറുണ്ടോ അല്ലെ? ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ അങ്ങനെ കംപ്ലീറ്റ് ഗാന്ധിജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വയ്ക്കുകയാണ്. താങ്കൾ ഈ പണിക്കർ എന്നുള്ള സ്ഥാനം അങ്ങോട്ട് മാറ്റിയിട്ട് വല്ല അപ്പുറത്തെ വീട്ടിലെ പോറ്റിന്നോ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ എന്താ പറയുക ആശേരിന്നോ അപ്പുറത്തെ വീട്ടിലെ തട്ടാനെന്നോ ഒക്കെ എടുത്തിടാറുണ്ടോ? അച്ഛൻ്റെ ഇങ്ങനെ കുടുംബപ്പേരിൻ്റെ കൂട്ടത്തിലെ അച്ഛൻ്റെ കുടുംബപ്പേരൊക്കെ ആണെങ്കിലോ ഇങ്ങനെ തോന്നുമ്പം കുടുംബപ്പേര് മാറ്റുന്നു, അച്ഛൻ്റെ പേര് മാറ്റുന്നു. നല്ലതല്ല കേട്ടോ സംഘപരിവാണമേ. എന്തായാലും കുഴപ്പമില്ല. ഈ സംഘപരിവാണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ലൊരു മറുപടി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. സംഖ്യകൾ കള്ളം മാത്രമേ പറയുള്ളൂ, അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം മൂഞ്ചാറ്, അവസാനം 3G അതിൽ മൂഞ്ചി തെറ്റിയിരിക്കാറാണ് എല്ലാ പ്രാവശ്യവും. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയെന്നാണ് August 8. ഈ പറഞ്ഞ CSDSൻ്റെ സഞ്ജയ് ട്വീറ്റ് ചെയ്തത് എന്നാണ് August 17. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഇയാൾ ട്വീറ്റ് ചെയ്തത് ഈ പുതിയ ഡാറ്റ. അത് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അന്നും പറഞ്ഞതെന്നും പറഞ്ഞ് പറയാൻ നാണമില്ലേടാ മുഞ്ചിൽ തെറ്റിൽ നിൽക്കുന്ന നമ്മുടെ നിഷ്പക്ഷ സംഘപരിവാണമേ. അവിടെ തന്നെ പൊട്ടിയില്ലേ നിൻ്റെ കളവ് ഡാഷ് പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ഡാറ്റ വെച്ചിട്ടാണ് രാഹുൽ എന്താ പറയുക ഇത് ചെയ്തതെന്ന്, അതായത് രാഹുൽ ഗാന്ധി വിമർശിച്ചതെന്ന്. 10 ദിവസം മുമ്പ് വിമർശിച്ച രാഹുൽ ഗാന്ധി ഈ ഡാറ്റ വെച്ചിട്ടാണ് വിമർശിച്ചത്. 10 ദിവസം കഴിഞ്ഞിട്ട് പുറത്തുവിട്ട ഡാറ്റ അത് 17-ാം തീയതി ഇട്ടിട്ട് മെനഞ്ഞാന്നിട്ട ഡാറ്റ. ഇന്ന് നമ്മുടെ സംഘപരിവാരങ്ങൾ ഒന്നുകിൽ അയാളെ പേടിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ED വരുന്നോ NIA വരുന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട്, അയാളെ പേടിപ്പിച്ച് അത് റിമൂവ് ചെയ്യിപ്പിച്ചു പറഞ്ഞ കാര്യമാണ് ഏറ്റവും രസം. അതായത് ഈ ഡാറ്റ എല്ലാം കൂടെ ഇലക്ഷൻ കമ്മീഷൻ്റെ എടുത്ത് പേസ്റ്റ് ചെയ്ത സമയത്ത് എക്സലിൽ പേസ്റ്റ് ചെയ്തപ്പം ഒരു ഒറ്റ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അയാളെന്ന് പറഞ്ഞാൽ അയാളെ ടെലിഫോൺ സംഭാഷണം ഉണ്ട്, ഞാൻ ലാസ്റ്റ് ഇട്ടതിൻ്റെ ഒരൊറ്റ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്നേ. ഇത്രയും വലിയൊരു സ്ഥാപനം, ഇത്രയും വലിയൊരു ഇതിൻ്റെ ഡയറക്ടർ പറയാണ് മാറിപ്പോയതുകൊണ്ടാണ് സോറി എന്ന്. അപ്പോൾ അയാൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഈ സംഘപരിവാരങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അതുപോട്ടെ, രാഹുൽ ഗാന്ധി 10 ദിവസം പറഞ്ഞ കാര്യമാണ്. ഇയാൾ ഇന്ന് വന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്ത് അവിടെ ഡേറ്റ് വരുന്ന ഭാഗം അത് കാണിക്കുന്നില്ല, അതിൻ്റെ മേലത്തെ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് വരുന്ന മുഞ്ചിത്തെറ്റി പണിക്കരെ. വേറെ വല്ല പണിക്കും പോടാ, നിനക്കൊക്കെ അതാ നല്ലത്. അവസാനം ലേലുവല്ലു എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാൻ സംഖ്യയാണ്, പാവം സംഖ്യയാണ്, എന്നെ വേണമെങ്കിൽ നിങ്ങൾ ചാണകത്ത് മുക്കിക്കോ, പശുമൂത്രം കുടിപ്പിച്ചോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു മാപ്പ് സംഘമാപ്പ് അല്ലെങ്കിൽ സംഖ്യ മാപ്പ് എന്ന് ഇട്ടിട്ട് മറ്റേ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഇച്ചിരി നിനക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു ലേശം ഉള്ളിപ്പ് നിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു. ലേലുവല്ലു
ഇമ്മാതിരി ഇമ്മാതിരി സാധനം എടുത്ത് വരുമ്പോൾ ഊളത്തെ മുഞ്ചി തെറ്റിയിലട നീ ഇപ്പം തെറ്റിയില്ല നീ. അപ്പോൾ രാഹുൽ ഗാന്ധി പോസ്റ്റ് ഇട്ടതെന്ന് CSTS പോസ്റ്റ് ഇട്ടതെന്ന് ഇവർ ഡിലീറ്റ് ചെയ്തതെന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റ് തന്നെ വരുന്നത്. അപ്പം പിന്നെ രാഹുൽ ഗാന്ധി ഇയാളെ പോസ്റ്റ് വെച്ചിട്ടാണ് സംസാരിച്ചതെന്ന് പറയാൻ ഉളുപ്പുണ്ടോ പണിക്കരെ? എനിക്ക് പണിക്കർ നിന്റെ അച്ഛൻ്റെ പേരായിരിക്കുമല്ലോ. ഞാൻ മൊത്തത്തിൽ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇച്ചിരെങ്കിലും ഉണ്ടോ പണിക്കരെ? ഉണ്ടെങ്കിൽ ഇമ്മാതിരി ഊളത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിനോട് ഗാന്ധിജി എന്നും വിളിച്ച് നീ കളിയാക്കിയ പോലെ വെറും പണിക്കനായിട്ടുള്ള നീ പണിക്കർ സമുദായത്തിന് എന്നെ പറയിപ്പിക്കാൻ ജനിച്ച പണിക്കരായിട്ടുള്ള എൻ്റെ പൊന്നു മൂഞ്ചൽ പണിക്കര് ആ പോസ്റ്റിൻ്റെ താഴത്ത് ഒരു ക്ഷമാപേക്ഷ പറഞ്ഞേക്ക്. ലേലുവല്ലു എനിക്ക് പറ്റി പോയി, ഞാൻ പണിക്കരായതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒപ്പിച്ചിക്കണം നല്ലത്. പണിക്കരെ നല്ലത്. ഏതാണേലും പണിക്കർ മാത്രമല്ല, നമ്മുടെ യുവരാജ കോമളനും അങ്ങനത്തെ പല ചാനലുകളും സംഘപരിവാണ ചാനലുകളും ഇതെല്ലാം എടുത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഏതാണെങ്കിലും പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, പോസ്റ്റ് ഇട്ട ഡേറ്റ്, സഞ്ജയ് പോസ്റ്റ് ഇട്ട ഡേറ്റും സഞ്ജയ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത ഡേറ്റും മെനഞ്ഞാന്ന് പോസ്റ്റ് ഇട്ട് ഇന്നലെ സമയം കിട്ടി. ഒന്നുകിൽ മിക്കവാറും ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, രാഹുൽ ഗാന്ധിൻ്റെ ഇപ്പം വ്യക്തമായി രാഹുൽ ഗാന്ധി ഇത് കണ്ടിട്ടല്ല അവിടെ പോയി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായി. പിന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഈ പാവത്തിനെ ഒന്നുകിൽ NIA വരുന്നോ അല്ലെങ്കിൽ ED വരുന്നോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെ ഇല്ലാണ്ടാക്കുന്നോട്ടം പറഞ്ഞ് പീഡിപ്പിച്ചതുകൊണ്ട് ഈ പാവം വന്ന് ഇങ്ങനത്തെ ഒരു കളവ്, അതായത് ഇത്രയും വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഡയറക്ടറായിട്ടുള്ള നീതി ആയോഗിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആൾ വന്നിട്ട് ഇമ്മാതിരി പോസ്റ്റ് ഇട്ട് 2 ദിവസം കൊണ്ട് പോസ്റ്റ് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഉളുപ്പുണ്ടോ സംഘപരിവാണങ്ങളെ? ഒരാളമ്മാതിരി പറയിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. എടാ, അതായത് കള്ളക്കൂട്ടങ്ങളാണ്, കള്ളപ്പരിശ ചെറ്റകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട്. അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഓരോ താടി വെക്കാത്ത ബുൾഗാൻ വെച്ച സകലമാന ചെറ്റകളാണെന്നുള്ളതും കള്ളന്മാരാണെന്നുള്ളതും തെളിയിച്ചു കഴിഞ്ഞു. ഇനി അതിനുള്ള തെളിവ് എല്ലാ മാധ്യമങ്ങളും പുറത്ത് വിടുകയും ചെയ്തു. ഇന്നലെ വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള കൊണേഷൻ കുറെ കൊണ അടിച്ചു എന്നല്ലാണ്ട് ഒരു കാര്യം അതിട്ട് ഉണ്ടായതുമില്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പോസ്റ്റുമ്മ കയറിയതുകൊണ്ടും കാര്യമില്ലല്ലോ കൊച്ചുമക്കളെ. ഈ പോസ്റ്റ് വെറും 17-ാം തീയതി വന്ന പോസ്റ്റ്, 2 ദിവസം മുമ്പ് വന്ന പോസ്റ്റ്, ഇന്ന് അയാളെ കൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചതും 8-ാം തീയതി 10 ദിവസം മുമ്പ് പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എങ്ങനെയാടാ നീയൊക്കെ കൊണ അടിച്ചുകൊണ്ടിരിക്കാണ്ട് എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഇത്ര പുച്ഛം നിന്നോടൊക്കെ തോന്നേണ്ടി വരുന്നല്ലോ. നീ ആ നിഷ്പക്ഷം ആദ്യം മാറ്റടാ. നീ ഒരു സംഖ്യയാണ്, ഞാനൊരു പരമവാണ സംഖ്യയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാണത്തരങ്ങൾ ഞാൻ കാണുന്നതും ഞാൻ പോസ്റ്റ് ഇടുന്നതും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ മുഞ്ചുന്നതും കൂടെ. പറഞ്ഞാൽ സംഘപ്പണിക്കരെ നീ ഒരു 1-ാം തരം സംഘിപ്പണിക്കരാന്നുള്ളത് നമുക്ക് പറഞ്ഞൂടെ? നീ ഇതിങ്ങനെ ഉള്ളിലിട്ട കളസം, അതായത് അതിൻ്റെ കളസം കാവ്യാന്ന് ഇടക്ക് സിബ് തുറന്ന് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് അത് പൂട്ടിയിട്ടിട്ട് ഞാൻ പരിശുദ്ധനാണ്, ഞാൻ സാമൂഹ്യ നിരീക്ഷകനാണ്, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണെന്നും പറഞ്ഞ് കൊണ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സംഘപ്പണിക്കരെ? അപ്പം മൂഞ്ചി തെറ്റിയത് ആരാണ് സംഘപ്പണിക്കരെ അപ്പം മൂഞ്ചി തെറ്റിയത്? ഏതാണെങ്കിലും ഈ പറഞ്ഞ സഞ്ജയ് ജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലെ പത്രത്തിന് കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. Not our data. This is the data which has been there on the Election Commission website. So when the whole discussion about how many voters have got added to Maharashtra between Lok Sabha and Assembly election was going on, and people were offering different numbers, sometimes 60 lakh, 20 lakh, 40 lakh, 80 lakhs. So I thought that let's check what is the exact number. So the process is, both the data is on the Election Commission's website. The assembly segment wise number of voters for 2024 Lok Sabha and assembly for each assembly for 2024 assembly election, what is the number of electors. So I asked the data team to compare the two data. Both the data were there on the Election Commission website. So they tried to pull out the data, both the data, put it in a system, and what happened is that the row got up and down, in a sense one row up and down, and then overall numbers was correct, because overall number is roughly about 40 lakhs plus something voters to be added in the voter list of Maharashtra between Lok Sabha and Assembly election. So, the comparison between one constituency and another got distorted, and that is how I got the distorted numbers for the different constituency. And I tweeted the data. Later on, I realized, means somebody pointed it out, that the data which you are mentioning about constituency is not the correct data. So I looked at the data again, and then I figured out, this is not the data. And then I sat with the data team and figured out that the mismatching was done incorrectly. See, BJP, I can't convince others that whether it was an error or it was a part of
of a larger game plan. I can only say honestly that I've never been part of any game. I have been working in a research institute. This is not the first time I'm putting out data in public domain, and this is not a survey data. This is the data which is already there. So I can only say I have given my apology. I felt really sad about what has happened from my team, from my side. It went in my name, and I can say that no, I'm not part of any design or any campaign, nothing of that kind. മിക്കവാറും ഇയാളുടെ ഫാമിലിക്ക് എതിരൊക്കെ തോക്ക് ചൂണ്ടിട്ടോ അല്ലെ NIA 4 കുട്ടിക്കുരങ്ങന്മാരെ കാണിച്ചിട്ടോ പേടിപ്പിച്ചിട്ടായിരിക്കും ഇയാള് 17-ാം തീയതി ഇട്ട പോസ്റ്റ് ഇന്നലെ കഴിഞ്ഞ് 18-ാം തീയതി കഴിഞ്ഞ് ഇന്ന് 19-ാം തീയതി ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത് ഇത് കേൾക്കുന്ന ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവും, സംഘികൾക്കത് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ നമ്മുടെ യുവരാജ കോമളനും നമ്മുടെ സംഘപ്പണിക്കരും മാറ്റി സകലമാന സംഘപരിവാളങ്ങൾ ഇതെടുത്തിട്ട് എന്തോ ഒരു സംഭവമാക്കി വന്നത്. ഏതാണെങ്കിലും മൊത്തത്തിൽ മൂഞ്ചിത്തെറ്റി എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മുടെ സംഘപ്പണിക്കരും കൂട്ടർ എത്തിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടൊന്നും ഈ നാട്ടിലെ ആൾക്കാർക്ക് ബോധോദയം ഇല്ലാണ്ടായി പോണില്ല. നിങ്ങൾ ചാണകം ഇങ്ങനെ തേച്ച് മിനുക്കി നിങ്ങളുടെ സംഘികളുടെ അണ്ണാക്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് സംഘികളോട് തുപ്പിക്ക് ചാണകം. പക്ഷേ അത് കണ്ടിട്ട് സാധാരണക്കാർ, ഈ നാട്ടിലെ സാധാരണ ആൾക്കാരും മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും നിങ്ങൾ ചെയ്ത പച്ച ചെറ്റത്തരവും കള്ളത്തരവും പുറത്ത് കാണിച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ സംഘപ്പണിക്കൊരു നിലത്തിരുന്ന് തൂറി മെഴുകിയിട്ടും കാര്യമില്ല, അത് നിന്റെ ചന്തിയിൽ തന്നെ പറ്റുള്ളൂ എന്നുള്ളത് ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും.